ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എഡ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6th ഇംഗ്ലീഷ് മോസ്റ്റ് നോട്ട് എന്ന ചാപ്റ്ററാണ്. ഹാവ് യു എവർ ഡ്രീംഡ് ഓഫ് ഗോയിങ് ഓൺ എ ബിഗ് അഡ്വെഞ്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വലിയ സാഹസിക യാത്രയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക് ഇഫ് യു വുഡ് ബി ട്രാവൽ ടു സ്പേസ്? ഇപ്പോൾ നമ്മൾ സ്പേസിലേക്ക്, ശൂന്യാകാശത്തേക്ക് പോവുകയാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വാട്ട് ഇഫ് എ മൗസ് ഗോസ് ടു സ്പേസ്? ഒരു എലിക്കുട്ടൻ സ്പേസിൽ പോയാൽ, ശൂന്യാകാശത്ത് പോയാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ലെറ്റ് us റീഡ് ദ സ്റ്റോറി. നമുക്ക് കഥ വായിക്കാം. മോസ്റ്റ്രോനോട്ട് മാർക്ക് കെല്ലി എഴുതിയ മോസ്റ്റ്രോനോട്ട് എന്ന് പറഞ്ഞ സ്റ്റോറിയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. The space shuttle is set for a launch and the astronauts are doing their last minute training to prepare for the mission. സ്പേസ് ഷട്ടിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. എല്ലാ ബഹിരാകാശ സഞ്ചാരികളും അവസാന നിമിഷത്തെയുള്ള പ്രിപ്പറേഷനാണ്, തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാസ ഈസ് സെൻഡിങ് അലോങ് സം സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ദിസ് ഫ്ലൈറ്റ്. നാസ എല്ലാവർക്കും അറിയാം, നാസ അല്ലേ? നാസ കുറച്ച് പ്രത്യേക ആയിട്ടുള്ള കുറച്ച് അതിഥികളെ കൂടി ഈ ഫ്ലൈറ്റിൽ, ഈ ഒരു മിഷനിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. ദേ ആർ ട്രെയിനിങ് ടു. അവരും ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരും അവരുടെ ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൺ മൗസ് ഈസ് സ്മോളർ ദാൻ ഓൾ ദ റെസ്റ്റ്. ഇപ്പോൾ ഒരു എലിക്കുട്ടൻ മാത്രം മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ്. അവൻ വളരെ ചെറുതാണ്. ഹിസ് നെയിം ഈസ് മെറ്റ്രോ. ദ അതർ മൈസ് നോ ഹി വോണ്ട് ബി ചൂസൺ ഫോർ ദിസ് ഇമ്പോർട്ടൻറ്റ് മിഷൻ. അപ്പോൾ ആ ചെറിയ എലിക്കുട്ടൻ്റെ പേരാണ് മെറ്റിയോർ എന്ന്. മറ്റുള്ള എലികൾക്ക് അറിയാം ഇവനെ ഈ മിഷനിൽ, ഈ ഒരു പരിപാടിക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നില്ലെന്ന്, സ്പേസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇവന് തിരഞ്ഞെടുക്കില്ലെന്ന് മറ്റുള്ളവർക്കൊക്കെ അറിയാം. ബട്ട് സമൺ ഹാഡ് ഐ ഓൺ മെറ്റിയോർ ആൻഡ് ഹി ഈസ് ഇംപ്രസ്ഡ് വിത്ത് ദ ലിറ്റിൽ മൗസ് ഹാർഡ് വർക്ക്. അപ്പോൾ ആർക്കോ ഒരാൾക്ക് ഇവനിൽ കണ്ണുണ്ട്, ഇവനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇവൻ്റെ എല്ലാ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം കണ്ടിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവനെ ആരോ ഒരാൾ നോക്കി വെച്ചിട്ടുണ്ട്. ദ ഷട്ടിൽ കമാൻഡർ അനൗൺസ് ദാറ്റ് 6 mice വിൽ ബി സെലക്റ്റഡ് ഫോർ ദ ഫ്ലൈറ്റ്. അപ്പോൾ ഇതിൽ ഷട്ടിൽ കമാൻഡർ ഉണ്ട്. ഷട്ടിൽ കമാൻഡർ അനൗൺസ് ചെയ്യാണ് 6 എലികളെ തിരഞ്ഞെടുക്കും. ഇതിൽ നിന്ന് 6 എലികളെ മാത്രമാണ് തിരഞ്ഞെടുക്കുക. ഹി പിക്സ് 5 ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് മൈസ്. അപ്പോൾ അദ്ദേഹം ഈ കമാൻഡർ 5 പേരെ സെലക്ട് ചെയ്യും. നല്ല ശക്തന്മാരും നല്ല വലിപ്പമുള്ളതായിട്ടുള്ള 5 എലികളെ തിരഞ്ഞെടുക്കും. ബട്ട് ഫോർ ദ 6th സ്പോട്ട്, ടു എവ്രി വൺസ് സർപ്രൈസ്, ഹി ചോസസ് മെറ്റിയോർ. അപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 6ാമതായിട്ട് തിരഞ്ഞെടുക്കുന്നത് മെറ്റിയോറിനെ ആയിരിക്കും. ഇനി സൈഡിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ദ അതർ മൈസ് തിങ്ക് മെറ്റിയോർ വുഡ് നോട്ട് ബി ചൂസൺ ഫോർ ദി മിഷൻ? അപ്പോൾ മറ്റുള്ള എലികൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്, ഇവനെ തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? മെറ്റിയോർ വാസ് സ്മോളർ ദാൻ ഓൾ ദ റെസ്റ്റ്, സോ ദ അതർ മൈസ് തിങ്ക് അല്ല, അവിടെ തോട്ട് എഴുതണം, THOUGH, തോട്ട് മെറ്റിയോർ വുഡ് നോട്ട് ബി ചോസൺ ഫോർ ദി മിഷൻ. അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓൾ 6 ആർ ടേക്കൻ ടു ദർ ന്യൂ ഹോം. 6 പേരെയും പുതിയൊരു വീട്ടിലേക്ക് മാറ്റി. എ സ്പെഷ്യൽ കേജ് കോൾ ദ മൗസ് ഹോട്ടൽ. ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കൂടാണ്, അതിന് മൗസ് ഹോട്ടൽ എന്നാണ് പേര്. ദ അതർ മൈസ് ആർ നെർവസ് ആസ് ദ കൗണ്ട് ഡൗൺ ബിഗിൻസ്. മറ്റുള്ള എല്ലാ എലികളും, അതായത് ഈ 5 എലികളും നെർവസ് ആണ്. അവർക്കൊക്കെ ഒരു ഭയപ്പാടുണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. കൗണ്ട് ഡൗൺ എന്ന് പറയുമ്പോൾ റോക്ക് വെച്ച് പോകും മുമ്പുള്ള ആ കൗണ്ട് ഡൗൺ. ബട്ട് നോട്ട് മെറ്റിയോറിന് പക്ഷേ ഈ ഒരു പേടിയൊന്നും ഇല്ല, ഉത്കണ്ഠയോ പേടിയോ ഒന്നും മെറ്റിയോറിന് ഇല്ല. 10, 9, 8, 7, 6, 4, 5, 4, 3, 2, 1 ലിഫ്റ്റ് ഓഫ്. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. 10 തൊട്ട് 1 വരെ കൗണ്ട് ഡൗൺ ചെയ്തു, ലിഫ്റ്റ് ഓഫ് ചെയ്തു. അറ്റ് ഫസ്റ്റ് ദ മൈസ് ആർ പ്രസ്ഡ് ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദെയർ കേജസ് ബൈ ദ പവർ ഓഫ് ദ ലോഞ്ച്. ആദ്യം ഈ എല്ലാവരെയും ആ കേജിൻ്റെ ഉള്ളിലേക്ക് അമർത്തുന്നത് പോലെ അത്രയ്ക്ക് പ്രഷർ ഉണ്ടായിരുന്നു ആ ലോഞ്ചിൻ്റെ പവർ കാരണം. ബട്ട് ദെൻ ദ പ്രഷർ ഗോസ് എവേ. അത് കഴിഞ്ഞപ്പോൾ ആ പ്രഷർ മാറി. ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ. ഇപ്പോൾ മറ്റുള്ള എലികളെല്ലാവരും പേടി കാരണം ആ കൂടിൻ്റെ അടിയിലേക്ക് ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമ്മുടെ മെറ്റിയോറിന് മാത്രം പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല.
ബട്ട് നോട്ട് മെച്യൂർ. ഹീ ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. അപ്പോൾ മെച്യൂർ മാത്രം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, അവന് ആ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവന് ഇഷ്ടമായിക്കൊണ്ടിരിക്കണമായിരുന്നു. അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഹേ ലിറ്റിൽ ഗായ്, ദ കമാൻഡർ സേസ്, യു ആർ എ നാച്ചുറൽ റിയൽ ലൈവ് മോസ്ട്രോനോട്ട്. നീ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതി ജന്മന ഉള്ള ഒരു റിയൽ ആയിട്ടുള്ള ഒരു മോസ്ട്രോനോട്ടാണ്, അതായത് ഒരു ബഹിരാകാശ സഞ്ചാരിയാണ്. വാട്ട് ഡിഡ് മെറ്റോർ ഫീൽ ഡ്യൂറിങ് ദ ലോഞ്ച് ഓഫ് ദ സ്പേസ് ഷട്ടിൽ? മെറ്റോർ എന്താണ് ഫീൽ ചെയ്തത് ഈ സ്പേസ് ഷട്ടിൽ ലോഞ്ച് ചെയ്തപ്പോൾ? മെറ്റോർ ഫെൽറ്റ് വെയ്റ്റ്ലെസ് ആൻഡ് എൻജോയ്ഡ് ദ ലോഞ്ച്. അതാണ് ഞാൻ എഴുതിയിരിക്കുന്ന ആൻസർ. ഇഫ് യു ഹാവ് അനദർ ആൻസർ യു ക്യാൻ റൈറ്റ് ഇറ്റ്. ഇത് ശരിക്കും ഇത് ക്വസ്റ്റൻ ആൻസർ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കുട്ടികൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലെസൺ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കോംപ്രിഹെൻഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. Meteor is taken from his cage and gets a tour of the shuttle. He can even see the earth way off the distance. മെറ്റോർ എന്ത് ചെയ്തു? കേജിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി അവന് ആ ഷട്ടിലിലെ മുഴുവനും ഒരു ടൂർ പോലെ മുഴുവൻ കറങ്ങി നടക്കാനുള്ള ഒരു അവസരം കിട്ടി. ഹി ക്യാൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ്. കുറേ ദൂരത്ത് അവന് ഭൂമി കാണാൻ സാധിച്ചു. ദ ആസ്ട്രോനോട്ട്സ് ആർ ഓൾ വെരി ബിസി ഡ്യൂറിങ് ദ 14-day ഫ്ലൈറ്റ്. ഇപ്പോൾ 14 ദിവസത്തെ യാത്രയാണ്. ആ ദിവസങ്ങളിലെല്ലാം എല്ലാ ബഹിരാകാശ സഞ്ചാരികളും വളരെ ബിസിയായിരുന്നു. അവരവരുടെ വർക്കിൽ അവർ ബിസിയായിരുന്നു. ദെയർ ആർ സ്പെഷ്യൽ വാക്സ് ടു ടേക്ക് ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു കണ്ടക്ട്. അവിടെ സ്പേസ് വാക്ക് ഉണ്ട്. സ്പേസ് വാക്ക്, ആകാശത്തിൽ കൂടെ നമ്മൾ ആ സ്പേസ് ഷട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കുക, അതുപോലെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെ പല പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. ബട്ട് വാട്ട് ക്യാൻ മെറ്റോർ ഡു ടു ഹെൽപ്പ്? അപ്പോൾ മെറ്റോറിന് മാത്രം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവൻ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നുള്ളത് അറിയില്ല. ദെൻ വൈൽ ആൻസറിങ് ഇമെയിൽസ് വൺ ഓഫ് ദ ആസ്ട്രോനോട്ട് നോട്ടീസ്ഡ് ദ കീ ടു ദ കൺട്രോൾ പാനൽ സ്റ്റക്ക് ബിറ്റ്വീൻ ദ മോണിറ്റേഴ്സ്. അപ്പോൾ ഒരു ഇമെയിൽ ആൻസർ ചെയ്യുന്ന സമയത്ത് ഒരു ബഹിരാകാശ സഞ്ചാരി യാദൃശ്ചികമായി കാണുകയാണ് ഒരു കീ, അവരുടെ കൺട്രോൾ പാനലിൻ്റെ കീ 2 മോണിറ്ററുകളുടെ ഇടയിൽ സ്റ്റക്കായിരിക്കുന്നത്. വെൻ ഹി ട്രൈസ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട് ഇറ്റ് ആക്സിഡൻ്റലി വെൻറ്റ് ഫാർദർ ഡൗൺ. അപ്പോൾ ഇദ്ദേഹം അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അബദ്ധവശാൽ അത് കൂടുതൽ ദൂരത്തേക്ക് ഇറങ്ങിപ്പോയി. ദിസ് ഈസ് ഇൻ ഗുഡ് സേസ് ദ കമാൻഡർ. അപ്പോൾ കമാൻഡർ പറയും ഇത് നല്ലതിനല്ല, ഇറ്റ് ഡസൻ ബഡ്ജ്. അപ്പോൾ ഇത് വഴങ്ങില്ല, ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. ഈ മോണിറ്ററിൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പോകുമ്പോഴത്തേക്ക് ഇത് എടുക്കാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാകും. മോണിറ്ററും നീക്കാൻ നോക്കും, പക്ഷെ അത് നീങ്ങുന്നില്ല. ആൻഡ് ദ സ്ലിപ്പ് ഹെർ ഫിംഗേഴ്സ് ഇൻ ടു ദ ക്രാക്ക് ബട്ട് ദ കീ ഈസ് സ്റ്റക്ക് ഡൗൺ ടു ഡീപ്പ്. വേറൊരാൾ വന്നിട്ട് വിരലിടും, പക്ഷെ ആ കീ എന്ത് ചെയ്യും? ഒന്നുകൂടി താഴത്തേക്ക് ആ ഡീപ്പിലേക്ക് ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. വൺ ഈവൻ ട്രൈസ് പുഷിങ് ഇറ്റ് ഔട്ട് വിത്ത് എ ലോങ് പീസ് ഓഫ് മെറ്റൽ. വേറൊരാൾ വന്നിട്ട് എന്ത് ചെയ്യും? ഒരു വലിയ മെറ്റൽ പീസ് കൊണ്ടിട്ട്, ഇരുമ്പ് കമ്പിയോ എന്തോ ഒരു മെറ്റൽ പീസ് എടുത്തിട്ട് അത് എടുക്കാൻ നോക്കും. ബട്ട് വിത്ത് നോ ലക്ക്. പക്ഷെ അതെന്ത് ചെയ്യും? വീണ്ടും താഴത്തേക്ക് പോകും, അവർക്ക് എടുക്കാൻ പറ്റില്ല. നോ വൺ ക്യാൻ റീച്ച് ഇറ്റ്. ആർക്കും അതിൽ എത്താൻ പോലും സാധിച്ചില്ല. ദ ആസ്ട്രോനോട്ട്സ് ആർ ഗെറ്റിംഗ് വെറീഡ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബഹിരാകാശ സഞ്ചാരികളും എന്താണ് അവർക്കൊക്കെ ആശങ്ക പെടാൻ തുടങ്ങി. ബട്ട് ആസ് ദേ ഡിസ്കസ് ദ പ്രോബ്ലം എ ടൈനി ഫിഗർ ഹാസ് ആൻ ഐഡിയ. അപ്പോൾ അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യാണ് ഇതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും എന്നുള്ളത്. ബീങ് ദ സ്മോളസ്റ്റ് ഈസിൻ്റെ എ ബാഡ് തിങ് മെറ്റോർ സേസ് ടു ഹിംസെൽഫ്. ഏറ്റവും ചെറുതായതുകൊണ്ട് അതൊരു ചീത്ത കാര്യമൊന്നുമല്ല എന്ന് അവൻ സ്വന്തമായിട്ട് പറയുകയാണ് മെറ്റോർ. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വൈ ഡസ് മെറ്റോർ ബിലീവ് ദാറ്റ് ബീയിങ് സ്മോളസ്റ്റ് ഈസിൻ്റെ ബാഡ് തിങ്? അപ്പോൾ ബീയിങ് സ്മോളസ്റ്റ് ഡസൻ ലിമിറ്റ് അവർ ഗ്രേറ്റ്നസ്. ഹി വാസ് ഫോക്കസ്ഡ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഹിസ് ഡിറ്റർമിനേഷൻ ബ്രേവറി ആൻഡ് ഇൻ്റലിജൻസ് മാറ്റർ മോർ ദാൻ സൈസ്. അപ്പോൾ അവൻ ചെറുതാണെങ്കിൽ പോലും അവൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, അതായത് ബ്രേവ് ആയിരുന്നു, ഡിറ്റർമിനേഷനുള്ള ആളായിരുന്നു, ഇൻ്റലിജൻ്റ് ആയിരുന്നു. അത് ചെറുതാണെങ്കിലും അവന് ഈ വക ഗുണങ്ങൾ അവനുണ്ട്. മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. ചിലപ്പോൾ എന്നെക്കൊണ്ട് ഈ ഒരു ഫ്ലൈറ്റിൽ ഉപയോഗമുണ്ടാകും. മെറ്റോർ സ്ക്വീസ് ഇസ് വേ ഇൻ ടു ദ ക്രാക്ക്. മെറ്റോർ എന്ത് ചെയ്തു?
സ്ക്വീസ് ചെയ്തു. സ്ക്വീസ് എന്ന് പറഞ്ഞാൽ ഞെക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ആ ക്രാക്കിൽ കൂടി ഉള്ളിലേക്ക് കടന്നു. ദ സ്പേസ് ഈസ് ഡാർക്ക് ആൻഡ് ക്രാംഡ് ബട്ട് മെറ്റീരിയൽ സ്പോട്ട് ദ കീ ആൻഡ് ടഗ്സ് അറ്റ് ഇറ്റ് വിത്ത് ഓൾ ഇറ്റ്സ് മൈറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, അവൻ ആ ഇരുട്ടിലാണെങ്കിലും ആ കീ കണ്ടുപിടിക്കും, അവനത് എടുക്കും, അവൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അത് എടുക്കും. ഹേ ലുക്ക് അറ്റ് വാട്ട് അവർ ലിറ്റിൽ ഫ്രണ്ട് ഹാസ് ഡൺ, ദ കമാൻഡർ സേസ്, ഹി ഹാസ് സേവ്ഡ് ദ മിഷൻ. നോക്കൂ, നമ്മുടെ ചെറിയ കൂട്ടുകാരൻ എന്താ ചെയ്തതെന്ന് നോക്കൂ, അവൻ നമ്മുടെ മിഷനെ രക്ഷപ്പെടുത്തി എന്ന് പറയും. When the shuttle returned to Earth, Meteor is declared a hero. He is even given a brand new uniform and an official title, Mostronaut. അപ്പോൾ ഇവന് ഭൂമിയിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കുകയും അവന് പുതിയൊരു യൂണിഫോം കൊടുക്കുകയും ഒഫീഷ്യൽ ടൈറ്റിൽ മോസ്ട്രോനോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. വാട്ട് റിവാർഡ്സ് വെർ മെട്രോ റിസീവ്ഡ് അറ്റ് ദി എൻഡ്. അവസാനം എന്തെല്ലാം ഉപഹാരങ്ങളാണ് അവൻ സ്വീകരിച്ചത്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ദ ആസ്ട്രോനോട്ട്സ് ചിയർ ആൻഡ് അപ്ലോഡ് ബട്ട് മെട്രോഡ് ഈസ് ഓൾറെഡി തിങ്കിങ് അബൌട്ട് ഇറ്റ്സ് നെക്സ്റ്റ് ബിഗ് മിഷൻ. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിക്കുകയും ചിയർ ചെയ്യുകയും ചെയ്തു, സന്തോഷിച്ചു. അപ്പോൾ മെട്രോഡ് പക്ഷേ എന്താണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, ഇനി അടുത്ത മിഷൻ എന്താണെന്നാണ് അവൻ ആലോചിച്ചു കൊണ്ടിരുന്നത്. മാർക്ക് കെല്ലി ആണ് ഇത് എഴുതിയത്. മാർക്ക് കെല്ലി, ആൻ അമേരിക്കൻ സെനറ്റർ, retired astronaut and captain of US Navy. He is famous for the various space flights to the International Space Station, including the final mission of the space Endeavour into 2011. As a writer, he is famous for the Mostronaut series and the biographical book Gabby. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ആസ്ട്രോനോട്ട് സീരീസ്. പിന്നെ ഗ്യാബി എന്ന് പറഞ്ഞൊരു ബയോളജിക്കൽ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു, US നേവിയിലുള്ള ആസ്ട്രോനോട്ടും ക്യാപ്റ്റനും ആയിരുന്നു. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പല മിഷനിലും പങ്കെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സസൈസസ് ആണ്. ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സീൻ? റൈറ്റ് 2 സെൻറ്റൻസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. താഴെ നമുക്ക് കുറച്ച് പിക്ചർ തന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനത് എഴുതിയിട്ടുണ്ട്. എല്ലാം ഒന്ന് നോക്കുക. ഇഫ് ദർ ഇസ് എനി മിസ്റ്റേക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് സ്പേസ് ഷട്ടിൽ ആസ്ട്രോനോട്ട് ആർ റിലേറ്റഡ് ടു സ്പേസ് മിഷൻ. ഹിയർ ആർ സം മോർ വേർഡ്സ് റിലേറ്റഡ് ടു ദ സ്പേസ് ട്രാവൽ. ഫൈൻഡ് ഔട്ട് ദെയർ മീനിങ് ആൻഡ് മേക്ക് എ സെൻറ്റൻസ് ഈച്ച്. ഇപ്പോൾ സ്പേസ് ക്രാഫ്റ്റ്, ലോഞ്ച്, സ്കൈ വാക്ക്, റോക്കറ്റ്, ഓർബിറ്റ്, ഈ 5 വേർഡ്സ് തന്നിട്ടുണ്ട്. 5 വേർഡ്സ് കൊണ്ടും ഓരോ സെൻറ്റൻസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. Next, look at the pictures and the description. Write the suitable word for each description. One has been done for you. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, പിക്ചറും തന്നിട്ടുണ്ട്. നമ്മളത് എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതാനുള്ളതാണ്. അതും ആൻസർ എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് വൺ ഒരു ക്രോസ് വേർഡ് പസിലാണ്. ക്രോസ് വേർഡ് പസിലിൻ്റെ ആൻസേഴ്സ് എല്ലാം അതിൻ്റെ സൈഡിൽ തന്നെ, ക്വസ്റ്റ്യൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പ്രഷർ, മെറ്റിയോർ, നാസ, സ്പേസ് ക്രാഫ്റ്റ്, മോസ്ട്രോനോട്ട്, 10 അതാണ് ആൻസേഴ്സ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.